ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നലെ തന്ന വീഡിയോയുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിനും അതേ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇന്നലെ നമ്മൾ ഉണക്കാനിട്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അവസ്ഥ കണ്ടല്ലോ, ഒരുവിധം വാടി കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ ഇട്ട മാങ്ങയുണ്ടല്ലോ, അത് നന്നായിട്ട് വാടി കണ്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരു 5 ദിവസത്തെ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മുരുമുരാങ്ങാവുമേ. കുറേ ദിവസം വെയിൽ കൊള്ളിച്ചാൽ പിന്നെ ഒന്നിനും കൊള്ളാതായി പോവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കുറച്ചുകൂടി വലിയ പീസാക്കി ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടെ ടൈം വേണമെന്ന് തോന്നുന്നു, ഒന്ന് ചുരുങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിൽ വന്നിട്ടില്ല. ഒരു 7:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. വെയിൽ വന്നിട്ടില്ല എന്നല്ല, വെയിലുണ്ടായിരുന്നു, പക്ഷെ ആ വെയിലിന് ചൂടില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാവും. ആ സമയത്ത് നമുക്ക് കൊണ്ടുപോയി പുറത്തിടാം കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇവിടെ ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉള്ളി, തക്കാളി, നമ്മൾ ചട്ടണി ഉണ്ടല്ലോ, തക്കാളി ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്താഴത്തിന് കഴിച്ചത് പുട്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്താഴത്തിന് പുട്ട് കഴിക്കുന്നത്. എന്താവും അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആ ടൈമിൽ എണീറ്റ് ഉണ്ടാക്കാനുള്ള മടി കാരണം അതുണ്ടാക്കിയില്ല. തലേന്ന് വൈകുന്നേരം വാപ്പാക്ക് ഉണ്ടാക്കിയ പുട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് മീൻകറിയൊക്കെ കൂട്ടി പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മീൻകറിയൊന്നും എടുത്തതൊന്നുമില്ല. ഞാൻ പഞ്ചസാര ഇട്ടിട്ട് പുട്ട് കഴിച്ചു. അങ്ങനെ ഒരബദ്ധം പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ ഇത്. ഇന്നത്തെ വീഡിയോ ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് ഇടുകയാണ്. നാളത്തേക്ക് എഡിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇടാൻ വീഡിയോ കാണത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഞാൻ വീഡിയോ ആക്കിയിട്ട്. അപ്പോൾ ഇത് മാവ് എല്ലാം റെഡിയാക്കി പുളിച്ച് പരുവത്തിനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തക്കാളിയും ഉള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി അതിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടരുത് കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളി ഇടുക. ഒരു 4 അല്ലിയെങ്കിലും എടുത്തോളൂ കേട്ടോ. 4 അല്ലി വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവോള, ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോള ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോളയും ഒരു ചെറിയൊരു തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവോള എടുക്കുന്നതിന് ഇതായിട്ട് തന്നെ തക്കാളി എടുക്കണം. എന്നാൽ തക്കാളിക്ക് നല്ല മധുരം, നല്ല പഴുത്ത ചെറിയ പുളിയും ഒക്കെ ഉള്ളൊരു തക്കാളി ആയിരിക്കണം കേട്ടോ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയും സവോളയും നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിന് പകരം മുളക് പൊടി തന്നെ ചേർത്താലും മതി കേട്ടോ. ഞാനാണെങ്കിൽ 2 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ലേശം കായപ്പൊടി എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കായപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് കായപ്പൊടി വേണം എന്നുള്ളവർക്ക് ഇടാം. ഒരു ഇതുമില്ല, നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കി നോക്കിയവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ചട്ടണിയാണ് കേട്ടോ. 2-3 വെറൈറ്റി ചട്ടണി ഉണ്ട്. ഞാൻ അതിൻ്റെ മുന്നേ തന്നെ കാണിച്ചിട്ടുണ്ട്. ഉഴുന്ന് വെച്ചിട്ടുള്ള ചട്ടണിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഓറഞ്ചിൻ്റെ തൊലിയുടെ കളറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശ, അപ്പം, ഇഡ്ഡലി, ഇത് 3ൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചട്ടണി. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ഇതിലും കിട്ടുന്നത് ഇത്. ചട്ടണിയിലും ഒരു ചട്ടണി ഇത് കാണും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലാസ്റ്റ് അരച്ചെടുത്തിട്ട് വേണേലൊന്ന് താളിച്ചൊക്കെ ഒഴിക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മൾ എണ്ണയിൽ തന്നെയാണല്ലോ എല്ലാം വാട്ടിയെടുത്തത്. വേണേലും നിങ്ങൾക്ക് കുറച്ച് താളിച്ചും കൂടെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. അങ്ങനെ അപ്പം ഉണ്ടാക്കി പാത്തൂട്ടിക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. മിക്കതും നമ്മൾ തലേന്ന് രാത്രി തന്നെ കഴുകി വെക്കും. വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം പാത്രങ്ങളൊന്നും വലിച്ചു വാരി ഇടത്തില്ല കേട്ടോ. എല്ലാം അപ്പോഴപ്പോഴും അങ്ങ് കഴുകി വയ്ക്കും. പിന്നെ ഈ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അപ്പവും കറിയും ചായ ഇട്ട് കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി തിട്ടപ്പുറവും അതുപോലെ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ പുറവും എല്ലാം നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടു. ആ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് അരി അടുപ്പിടാൻ വേണ്ടിയിട്ട്, അതായത് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെയിൽ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. നല്ല തീ പോലുള്ള വെയിലാണ് കേട്ടോ. എവിടേക്കോ നല്ല
വേനൽ മഴ പെയ്ത വീഡിയോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ യൂട്യൂബ് ചാനലിൽ. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അവരുടെയൊക്കെ ചാനലിൽ ഞാൻ കണ്ടായിരുന്നു അവരുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തത്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, 2 ദിവസം മഴക്കാറും ചെറിയ ചാറ്റലും നിന്നിട്ട് അപ്പോഴേ പോയി ആൾ. അങ്ങനെ നമ്മളെ മാങ്ങയൊക്കെ കൊണ്ടുപോയി വെയിലത്തിട്ട് കേട്ടോ. 2 മാങ്ങ, 2 തരത്തിലെ മാങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടും കൊണ്ടുപോയി വെയിലത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ട് നേരെ വന്ന് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. കുറേ തുണിയുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം മുറ്റം അടിച്ചിട്ട് എന്തായാലും കഴുകാനായിട്ട് നിൽക്കും. ഫ്രണ്ടിലൊക്കെ നല്ല വെയിൽ ഉറച്ചതുകൊണ്ട് അവിടെ ഒന്നും തൂക്കാൻ പറ്റത്തില്ല. അവിടെയൊക്കെ നല്ല വെയിലായതുകൊണ്ട് അവിടെ നിന്ന് തൂക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും കിണറിൻ്റെ വശമൊക്കെ നന്നായിട്ട് മുടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ അങ്ങ് തൂത്ത് അടുക്കള വശം കൊണ്ടൊന്ന് തൂത്തിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചേ. ഇല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ, മൊത്തവും ചെമ്പരത്തി പൂവ് ഇങ്ങനെ വാടി വീണതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാലും അത് ശരിയാവത്തില്ല. കിണറിൻ്റെ വശമല്ലേ, മൊത്തവും വൃത്തികേടായി കിടക്കും. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും നേരെ അടുക്കളയിലോട്ട് പോയി. ഇന്ന് എനിക്ക് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പണി കിട്ടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അട്ടപ്പടലം ഫ്ലോപ്പായി പോയിട്ടുള്ളൊരു റെസിപ്പി ഇന്ന് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിലും സമൂസ ഷീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 1-2 പ്രാവശ്യം ഞാൻ സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്ത ഒരു കോൺഫിഡൻസിൽ ഇന്ന് അങ്ങോട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അതങ്ങ് ഫ്ലോപ്പായി, നല്ല 1ാം ക്ലാസ്സായിട്ട് ഫ്ലോപ്പായി പോയി കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, മസാലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം 100% എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിങ്ങനെ പന്നലായി പോകത്തില്ല എന്നുള്ളത്. പക്ഷേ ഷീറ്റ് ഉണ്ടാക്കി എടുത്തപ്പോഴത്തേക്കും മൊത്തം കുളമായി. പിന്നെ ഒന്നും നോക്കിയില്ല, എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ മോമോസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ മോമോസാണ്. അപ്പോൾ എന്തായാലും വീട്ടുകാർ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ ആ മസാല എടുത്തിട്ട് ഇതുപോലെ മോമോസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ചിരി വരുന്നു കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങനെ നിങ്ങളെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചേനെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു നോമ്പുറയ്ക്ക് ഒരു കടി വേണമല്ലോ. അപ്പം അങ്ങനെ അങ്ങ് ഉണ്ടാക്കി, അത്ര തന്നെ. എല്ലായ്പ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബായ്.